നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെങ്ങും വളരണം, വചനമൊഴുകണം, ലോകമെങ്ങും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യേശുവിനോടൊപ്പം രക്തം ചൊരിഞ്ഞ വിശുദ്ധരെ രക്തസാക്ഷികളെന്ന് നാം വിശേഷിപ്പിക്കുന്നു. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയുടെ രക്തമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. സഭയുടെ ശക്തി രക്തസാക്ഷികളുടെ വീരമരണത്തിലാണ്. അവരുടെ വിശ്വാസവും ധൈര്യവും ദൈവസ്നേഹവും എല്ലാ തലമുറകൾക്കും എല്ലാ വിശ്വാസികൾക്കും ശക്തി പകരുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിലും ധാരാളം രക്തസാക്ഷികളുണ്ട്. ഓരോ 6 മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി വധിക്കപ്പെടുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ രക്തസാക്ഷികളുടെ ജീവിതം നമുക്ക് ശക്തി നൽകുകയാണ്. ഈ പരമ്പരയിൽ നാം പരിചയപ്പെടുന്ന രക്തസാക്ഷികൾ നിരവധി പേരാണ്. ഇന്ന് നാം പഠിക്കുന്നത് യേശുവിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ വിശുദ്ധ ബർത്തലോമിയോയെക്കുറിച്ചാണ് നാം പഠിക്കുക. യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളാണ് ബർത്തലോമിയോ. നഥാനയേൽ എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശേഷിപ്പിക്കുന്നത് ബർത്തലോമിയോ തന്നെയെന്ന് കരുതപ്പെടുന്നു. കാപട്യമില്ലാത്ത യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് ഈശോ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നു. അവിഭക്ത ഭാരതത്തിലും അർമേനിയയിലും മധ്യപൂർവ്വദേശത്തും സുവിശേഷം പ്രഘോഷിച്ച വിശുദ്ധൻ രക്തസാക്ഷിത്വം വരിച്ചത് അർമേനിയയിലെ അൽബാനോ പോലീസിൽ വെച്ചാണെന്ന് കരുതപ്പെടുന്നു. സ്ലീഹന്മാരിലൊരാളാണ് ബർത്തലോമിയോ എങ്കിലും ഞങ്ങൾക്ക് ബർത്തലോമിയോ എന്ന വിശുദ്ധനെക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ ആ വിശുദ്ധനെക്കുറിച്ച് ഞങ്ങളോട് വിവരിക്കാമോ? വിശുദ്ധ ബർത്തലോമിയോ എന്ന പേര് തന്നെ തോൾമിയോ, ബർത്തലോമിയോ, തോൾമിയോയുടെ മകൻ ബർത്തലോമിയോ എന്ന് തന്നെയാണ് സുവിശേഷത്തിൽ നമുക്ക് കാണുക. അതായത് അദ്ദേഹത്തിൻ്റെ പേര്, യഥാർത്ഥ പേര് നൽകിയിട്ടില്ല, അപ്പസ്തോലൻ്റെ പേര് നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ആ കാലഘട്ടത്തിൽ ചരിത്രപരമായ വിവരണങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല നമുക്ക്. എന്നാൽ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ ബർത്തലോമിയുണ്ട്. തോൾമയുടെ മകൻ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സമാന്തര സുവിശേഷം ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഏതൊക്കെയാണ് സമാന്തര സുവിശേഷം? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം. ഈ 3 സുവിശേഷങ്ങളെയാണ് സമാന്തര സുവിശേഷങ്ങൾ. അതിലെ പ്രമേയങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ ആയതുകൊണ്ടാണ് അതിനെ സമാന്തര സുവിശേഷം, ശൈലി ഒരുപോലെ ആയതുകൊണ്ടാണ് അതിനെ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ അപ്പസ്തോലന്മാരുടെ പട്ടികയിൽ
തോൾമയുടെ പുത്രൻ എന്ന് മാത്രമേ അപ്പസ്തോലനെ കുറിച്ച് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലമോ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ മറ്റു പലരെക്കുറിച്ചും നമുക്കറിവില്ലാത്തതുപോലെ അപ്പസ്തോലനെ കുറിച്ചും നമുക്കറിവില്ല. സുവിശേഷത്തിൽ കാണുന്ന നഥാനിയേലും ബർത്തലോമിയും ഒന്നു തന്നെയാണെന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? ബൈബിൾ പണ്ഡിതന്മാർ ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നഥാനിയേൽ, സുവിശേഷത്തിൽ നാം കാണുന്ന നഥാനിയേൽ ബർത്തലോമിയോ ഒരാളാണ് എന്ന്, ഒന്ന് തന്നെയാണ്. അതിന് കാരണം എന്താണ്? നഥാനിയേൽ എന്ന ഒരാളെ പരാമർശിക്കുന്നില്ല സമാന്തര സുവിശേഷം. സമാന്തര സുവിശേഷം ഞാൻ പറഞ്ഞല്ലോ, സമാന്തര സുവിശേഷങ്ങളിൽ നഥാനിയേൽ പരാമർശിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അപ്പസ്തോലന്മാരെ പരാമർശിക്കുന്ന ആ ഗ്രൂപ്പിൽ ബർത്തലോമിയെ പരാമർശിക്കുന്നില്ല. പകരം നഥാനിയേൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സുവിശേഷത്തിൽ ആദ്യം തന്നെ നഥാനിയേലിനെ വിശുദ്ധ ഫിലിപ്പ് കൊണ്ടുവരുന്നുണ്ട്. അപ്പസ്തോലനായ വിശുദ്ധ ഫിലിപ്പ് നഥാനിയേലിനെ കൊണ്ടുവരുന്നുണ്ട്. നഥാനിയേൽ ഇപ്രകാരം പരിചയപ്പെടുത്തുന്നുണ്ട്, ഇതാ നസ്രത്തിൽ നിന്ന് ഉള്ളവൻ, യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് പരിചയപ്പെടാം എന്ന് പറഞ്ഞ് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നഥാനിയേൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? ഉടനെ പറയുന്നുണ്ട്, വന്ന് കാണുക. അപ്പോൾ വന്നു കണ്ടു. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടതാണ്, എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ ആ അത്തിമരത്തിൻ്റെ ചുവട് എവിടെയാണ് എന്നൊന്നും ഇവൻ അറിഞ്ഞുകൂടാ. അവൻ അങ്ങനെ ഇരുന്നു എന്നുള്ള കാര്യം ഈശോ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ നീ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഒരു ഏറ്റു പറച്ചിൽ നഥാനിയേൽ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ അതോടൊപ്പം തന്നെ അപ്പസ്തോലനായി യേശുവിൻ്റെ കൂടെ അപ്പസ്തോലനായി തീർന്നു എന്ന് അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നീട് നമ്മൾ നഥാനിയേലിനെ ഒരിക്കൽ കൂടി കണ്ടുമുട്ടുന്നുണ്ട്. ആ കണ്ടുമുട്ടുന്നത് തിബേരിയസ് കടൽ തീരത്ത് വെച്ച്, അതും യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസും യോഹന്നാനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമായും നഥാനിയേലും ഉണ്ടായിരുന്നു. ഒരുമിച്ചാണ് അവർ മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നഥാനിയേൽ എന്ന് കാണുന്നുണ്ട്. ആ നഥാനിയേൽ ഈ ബർത്തലോമിയോ, അതായത് ഈ അപ്പസ്തോലനാണ്, ബർത്തലോമിയോ അപ്പസ്തോലനാണെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരാമർശിച്ചിരിക്കുന്ന നഥാനിയേൽ സമാന്തര സുവിശേഷങ്ങളിൽ നഥാനിയേലെ കുറിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും സുവിശേഷത്തിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ടും അത് ബർത്തലോമിയോ ആണെന്ന് കരുതപ്പെടുന്നു. അങ്ങനെ അത് അംഗീകരിക്കപ്പെടുന്നുണ്ട്. പിതാവേ, ബർത്തലോമിയോ എവിടെ വെച്ചാണ് സുവിശേഷം പ്രഘോഷിച്ചിരുന്നത്? ബർത്തലോമിയോയുടെ സുവിശേഷം നമുക്ക് അതിശയം തോന്നും. ഇന്ത്യയിൽ സുവിശേഷം പ്രസംഗിച്ചു. ഇന്ത്യയിലും മറ്റ് വിവിധ സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചു. അർമേനിയയിൽ സുവിശേഷം പ്രസംഗിച്ചു. മിഡിൽ ഈസ്റ്റിൽ മുഴുവനായും അർമേനിയയിലും സുവിശേഷം പ്രസംഗിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ സാധിക്കും. ഇന്ത്യയിൽ എങ്ങനെ സുവിശേഷം പ്രസംഗിച്ചു? ഇന്ത്യ എന്ന് പറയുമ്പോൾ നാം ഇന്ന് കാണുന്ന ഇന്ത്യയല്ല, പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ബംഗ്ലാദേശ് വിഭജിച്ചു പോയി, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, അലക്സാണ്ടർ കടന്നു വരുന്ന ഇന്ത്യയുണ്ടല്ലോ, ആ ഒരു ഇന്ത്യയാണ് അന്നത്തെ കാലത്തുള്ള ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഏതെങ്കിലും ഭാഗത്ത് അവിടെ ബർത്തലോമിയോ തൻ്റെ സുവിശേഷ പ്രഘോഷണവുമായി എത്തിയതായി നമുക്ക് അനുമാനിക്കാം. വിശുദ്ധ ജെറോം ഇന്ത്യയിലേക്ക് ബർത്തലോമിയോ ഇന്ത്യയിൽ സുവിശേഷം പ്രഘോഷിച്ചതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പന്തേനൂസ് സുവിശേഷം പ്രസംഗിക്കുന്നതിനായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹം കണ്ടുമുട്ടിയ ഒരു സമൂഹം, ആ സമൂഹത്തിലുള്ളവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒരു കോപ്പി, ഈ സുവിശേഷത്തിൻ്റെ കോപ്പി ഞങ്ങൾക്ക് തന്നത് വിശുദ്ധ ബർത്തലോമിയാണെന്ന് അവർ പറയുന്നുണ്ടെന്ന് പന്തേനൂസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പന്തേനൂസ് ഇവിടെ സുവിശേഷം പ്രസംഗിച്ചു. അതോടൊപ്പം തന്നെ മറ്റു പല സ്ഥലങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചതായിട്ട് കാണുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് അർമേനിയയിൽ സുവിശേഷം പ്രസംഗിച്ചു എന്നവർ ശക്തമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയർലൻഡിൽ സുവിശേഷം പ്രസംഗിച്ചു എന്ന് അയർലൻഡിലുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതേക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള രേഖകളൊന്നുമില്ല. മറ്റ് അപ്പസ്തോലന്മാരെ പോലെ ബർത്തലോമിയയും സുവിശേഷം പ്രസംഗിച്ചു യേശുവിന് വേണ്ടി എന്ന് പ്രധാനമായിട്ടും ഈ സ്ഥലങ്ങളിലെല്ലാം ശക്തമായിട്ട്
സാക്ഷിയായി തീർന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിഭക്ത ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങളിലും തുടർന്ന് പേർഷ്യ, ഈജിപ്ത്, മെസപ്പൊട്ടേമിയ തുടങ്ങിയ ഇടങ്ങളിലും അർമേനിയയിലും വിശുദ്ധ ബർത്തലോമിയോ സുവിശേഷം പ്രസംഗിച്ചതായി പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തം, വിശുദ്ധ ജെറോം തുടങ്ങിയവർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ വിശുദ്ധ ബർത്തലോമിയോയുടെ സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബർത്തലോമിയോ ഫ്രീജിയായിൽ വെച്ച് വിശുദ്ധ പീലിപ്പോസിനെ കണ്ടുമുട്ടുകയും തുടർന്ന് ലിക്കവോനിയായിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആത്മീയോപദേശങ്ങൾ നൽകുകയും ചെയ്തു. പിതാവേ, ബർത്തലോമിയുടെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? നാം രക്തസാക്ഷികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ അവസരത്തിൽ ബർത്തലോമിയോയുടെ രക്തസാക്ഷിത്വം, റോമൻ മാർത്തീരിയോളജി, രക്തസാക്ഷികൾ എന്നുള്ള റോമൻ, അത് ആരാധനാക്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അംഗീകരിച്ചിട്ടുള്ള, ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടുള്ള പുസ്തകമാണ്. അതിൽ വിശുദ്ധരെല്ലാവരും ഉണ്ട്. ആ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ വിശുദ്ധ ബർത്തലോമിയോ മരിക്കുന്നത് കാസ്പിയൻ തീരത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥലത്തുള്ള അൽബേനിയ എന്ന സ്ഥലത്ത്, അൽബേനിയ പോളിസ് എന്ന സ്ഥലത്ത് അസ്തിഗസ് എന്ന രാജാവ്, ആ രാജാവിൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധനെ തൊലി ഉരിഞ്ഞതിന് ശേഷം കഴുത്തറുത്ത് കൊന്നു എന്നാണ് കാണുന്നത് സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ റോമിലേക്ക് കൊണ്ടുവന്നു. റോമിലും ഇറ്റലിയിലെ വിവിധ സ്ഥലങ്ങളിലും ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കാണുവാൻ എല്ലാവരും അംഗീകരിക്കുന്ന ഒരുപോലെ അദ്ദേഹത്തിൻ്റെ തൊലി ഉരിഞ്ഞ് എടുക്കപ്പെട്ടു. ലാറ്ററൻ ബസിലിക്കയിൽ 12 അപ്പസ്തോലന്മാരുടെ പ്രതിമകൾ വെച്ചിട്ടുള്ളിടത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊലി ഉരിഞ്ഞു നിൽക്കുന്നൊരു കൈ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കത്തിയും. തൊലി ഉരിഞ്ഞെടുക്കപ്പെട്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് കരുതുന്നു. ഒരുപക്ഷെ അർമേനിയയിൽ വെച്ചായിരിക്കാം അദ്ദേഹം വധിക്കപ്പെട്ടത്. അപ്പോൾ ക്രൂരമായ മതമർദ്ദനത്തിൽ അപ്പസ്തോലനും ബർത്തലോമിയോയും കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു, രക്തസാക്ഷിയായി എന്ന് കരുതുന്നു. ഇതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ചുള്ള വിവരം. അതേക്കുറിച്ച് നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വിശുദ്ധ ബർത്തലോമിയോയുടെ രേഖാചിത്രങ്ങളിലും രൂപങ്ങളിലും നിന്നെല്ലാം അദ്ദേഹം എപ്രകാരം രക്തസാക്ഷിത്വം വരിച്ചു എന്ന് വ്യക്തമാണ്. തൻ്റെ ശരീരത്തിൽ നിന്ന് ഉരിഞ്ഞെടുക്കപ്പെട്ട തോലും അതിന് ഉപയോഗിച്ച കത്തിയുമായി നിൽക്കുന്ന വിശുദ്ധൻ്റെ ചിത്രീകരണങ്ങൾ കാണാം. പൊതുവെ കരുതപ്പെടുന്നതനുസരിച്ച് അർമേനിയയിലെ അൽബാനോ പോളിസിൽ വെച്ചാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചത്. ജീവനോടെ തൊലിയുരിഞ്ഞെടുക്കപ്പെടുമ്പോഴും തൻ്റെ വിശ്വാസം കൈവിടാതിരുന്ന വിശുദ്ധൻ്റെ തീക്ഷ്ണത ശ്രദ്ധേയമാണ്. ഇന്ന് ഇറ്റലിയിലെ ബെനവന്തോയിലെ വിശുദ്ധ ബർത്തലോമിയോയുടെ ബസലിക്കയിലെ അൾത്താരയുടെ ചുവട്ടിൽ വിശുദ്ധൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. പിതാവെ, ബർത്തലോമിയെ വധിച്ചത് ഒരു രാജാവാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? അത് ഒരു ഐതിഹ്യം മാത്രമേ ഉള്ളൂ, ഒരു രാജാവ് വധിച്ചു എന്നുള്ളത്. ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ള ഒരു ഐതിഹ്യത്തിൻ്റെ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ കടന്നു വന്നപ്പോൾ അവർ ധാരാളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വിശുദ്ധ ബർത്തലോമിയോ ഈ രാജാവിനോടും കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും പറഞ്ഞു, വിഗ്രഹങ്ങളെയല്ല ആരാധിക്കേണ്ടത്, പ്രത്യുത ഉദ്ധിതനായ ക്രിസ്തുവിനെയാണെന്ന്. അങ്ങനെ ആ ബർത്തലോമിയോയുടെ സാക്ഷ്യം വഴി അവർക്ക് മാനസാന്തരമുണ്ടായി. ആ രാജ്യത്തിലുള്ളവരെല്ലാവരും മാനസാന്തരപ്പെട്ടു. എന്നാൽ അവിടെയുള്ള പുരോഹിതർ ഈ രാജാവിൻ്റെ തന്നെ സഹോദരൻ തൊട്ടടുത്ത രാജ്യത്തുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എല്ലാം നശിപ്പിച്ച് കളഞ്ഞു സഹോദരൻ, അവിടെ ഇനി ഞങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ആ സഹോദര രാജാവ് ഇവിടെ വന്നിട്ട് ബർത്തലോമിയെ
തീയിലിട്ട് കൊന്നു എന്ന് ഒരു ഐതിഹ്യം, അങ്ങനെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ രാജാവ്, മാനസാന്തരപ്പെട്ട രാജാവ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ പിന്നീട് സംസ്കരിക്കുകയും വലിയൊരു ബസിലിക്ക ഉണ്ടാക്കുകയും ചെയ്തു എന്ന് ഇതൊരു ഐതിഹ്യമായിട്ട് കണക്കാക്കാവുന്നതേ ഉള്ളൂ. അതിൽ നമുക്കത്ര വിശ്വാസ്യത ഇല്ല. ആദിമസഭാ ചരിത്രത്തിൽ വിശുദ്ധ ബർത്തലോമിയോയുടെ രക്തസാക്ഷിത്വം പകർന്ന ഊർജം ചെറുതല്ല. തീവ്രമായ വേദനയെയും പീഡനങ്ങളെയും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ച നിഷ്കപടനായ ആ ഇസ്രായേൽക്കാരൻ തിരുസഭയുടെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും മുന്നേറ്റത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കും ആ ജീവിതം ആവേശം പകരുമെന്ന് തീർച്ച. ഈ കാലഘട്ടത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുവാൻ വിശുദ്ധ ബർത്തലോമിയോ നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാൻ വളരെ ശക്തിയോടുകൂടി വിശുദ്ധ ബർത്തലോമിയോ മുന്നോട്ട് കടന്നു വന്നു. അദ്ദേഹം ധീര രക്തസാക്ഷിയായി തീർന്നു. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുക. സത്യത്തിൻ്റെയും നീതിയുടെയും മുൻപിൽ പലപ്പോഴും മുട്ടുമടക്കുന്നവരാണ്. സ്വയരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലാകുമ്പോൾ സത്യം ഏറ്റുപറയുന്നതിൽ മടി കാണിക്കും, അവർ തലകുനിക്കും. എന്നാൽ ഈ കാലഘട്ടം നമ്മോട് ആവശ്യപ്പെടുന്നത് ധീരതയോടുകൂടി സത്യം തുറന്നു പറയുവാനും ആരുടെ മുൻപിലും കൂസാതെ സുവിശേഷത്തിന് സാക്ഷിയാകുവാനുമാണ്. എന്താണ് സത്യം എന്ന് പീലാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്. എന്താണ് സത്യം? അതിന് ഉത്തരം ഈശോ നൽകുന്നില്ല. ആ ഉത്തരമാണ് നാം ഓരോരുത്തരും. നാമാണ് സത്യം. സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ യേശുവിന് പകരം നാം ഉത്തരം കൊടുക്കുകയാണ് അവിടുത്തെ പീഡിപ്പിക്കുന്നവർക്ക്. പീഡിപ്പിച്ച പീലാത്തോസിന് ഈശോ നൽകാത്ത ഉത്തരം പീഡിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകുവാൻ കടമ നമുക്കുണ്ട്. വിശുദ്ധ ബർത്തലോമിയോ ആ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് വിശുദ്ധിയിലേക്ക് ഉയർന്നു. ഈ കാലഘട്ടം രക്തസാക്ഷിത്വത്തിൻ്റേതാണ്. നമ്മോട് ആവശ്യപ്പെടുകയാണ് ധീരതയോടുകൂടി സത്യത്തിന് സാക്ഷികളാകുവാൻ. നമുക്ക് പരിശോധിച്ച് നോക്കാം. നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ സത്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സുഖലോലുപതയ്ക്കും താൽക്കാലിക നേട്ടങ്ങൾക്കും വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുന്നുണ്ടോ, സത്യത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ടോ, അനീതിക്ക് കൂട്ടുനിൽക്കുന്നുണ്ടോ എങ്കിൽ രക്തസാക്ഷികളാകുവാനുള്ള സാധ്യതയും വളരെ കുറവ്. നമുക്ക് രക്തസാക്ഷികളാകാം. സത്യത്തിന് ഓടൊപ്പം ചേർന്ന് നിന്ന് എന്താണ് സത്യം, ഞാനാണ് സത്യമെന്ന് ഉത്തരം നൽകാനുള്ള കരുത്ത് നമുക്കുണ്ടാകട്ടെ. രക്തസാക്ഷികളുടെ ഈ എപ്പിസോഡിൽ വിശുദ്ധ ബർത്തലോമിയോ നമുക്ക് നൽകുന്ന നല്ല പാഠവും അതുതന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ ബർത്തലോമിയോട്, ഞങ്ങൾക്കും സത്യത്തിനു വേണ്ടി ജീവിക്കുവാനുള്ള കരുത്ത് നൽകണമേ, ശക്തി നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അവിടുത്തെ വലിയ വാത്സല്യവും കാരുണ്യവും അപ്പസ്തോലന്മാർക്ക് നൽകിയല്ലോ. ഏറെ പ്രത്യേകിച്ച് വിശുദ്ധ ബർത്തലോമിയോ പങ്കുവച്ച വലിയ ധീരതയും ശക്തിയും കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. സത്യത്തിനു വേണ്ടി സാക്ഷികളാകുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. എന്താണ് സത്യം എന്ന ചോദ്യത്തിന് ഉത്തരമായി തീരാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ. വിശുദ്ധ ബർത്തലോമിയോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ നമസ്കാരം. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ നടത്തിയ
തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നു